നമസ്കാരം. ഇപ്പോഴുള്ള എംപിമാരൊന്നും ഒന്നിനും കൊള്ളില്ലെന്നും അവരെ കൊണ്ട് ഹിന്ദു രാഷ്ട്രം സൃഷ്ടിക്കാനാവില്ലെന്നും പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുകയാണ് ഒരു BJP MLA. പാർലമെന്റിൽ ഹിന്ദു രാഷ്ട്രം സൃഷ്ടിക്കണമെന്ന് നിർഭയമായി ആവശ്യപ്പെടുന്ന 50 ഉറപ്പുള്ള ഹിന്ദു എംപിമാരെ തെരഞ്ഞെടുക്കേണ്ടത് പ്രധാനമാണെന്നാണ് BJP MLA രാജാ സിംഗ് ലോധിന്റെ അഭിപ്രായം. ഗോവയിലെ പോണ്ടയിൽ നടക്കുന്ന വൈശ്വിക് ഹിന്ദു രാഷ്ട്ര മഹോത്സവത്തിന്റെ സമാപന ദിനത്തിൽ സംസാരിക്കവെയാണ് വിവാദ രാഷ്ട്രീയക്കാരനും കാവി പാർട്ടിയുടെ തീപ്പൊരി ഹിന്ദുത്വ മുഖവുമായ സിംഗ് ഈ അഭിപ്രായ പ്രകടനം നടത്തിയത്. ഇക്കാലത്ത് പല രാഷ്ട്രീയക്കാരും ഉറച്ച ഹിന്ദു നേതാക്കളായി നടിക്കുന്നു. എന്നിരുന്നാലും തിരഞ്ഞെടുപ്പിൽ വിജയിച്ച ഉടൻ തന്നെ അവർ മതേതര വ്യക്തികളായി രൂപാന്തരപ്പെടുന്നു. ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കാൻ ഇത്തരം MPമാരും MLAമാരും പ്രയോജനമില്ലാത്തവരാണ്. തിരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം സെക്യുലർ ആകുന്ന ഇത്തരം മതേതര MPമാർ ഹിന്ദു രാഷ്ട്ര ആവശ്യത്തെ എതിർക്കും. അതിനാൽ പാർലമെന്റിൽ ഹിന്ദു രാഷ്ട്രം നിർഭയം ആവശ്യപ്പെടുന്ന 50 ഉറച്ച ഹിന്ദു MPമാരെ തിരഞ്ഞെടുക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് എന്നൊക്കെയാണ് രാജാ സിംഗ് ആവശ്യപ്പെട്ടത്. തെലങ്കാനയിലെ ഗോഷാമഹൽ നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള MLA ആയ സിംഗ് ഈ പ്രതിഭാസം ഹിന്ദു ഭാരതത്തെ ഫലത്തിൽ തളർത്തിയെന്നും അധ്വാനിച്ചു പഠിക്കാനും ഭരണത്തിൽ സുപ്രധാന സ്ഥാനങ്ങൾ വഹിക്കാനും യുവതലമുറയെ പ്രോത്സാഹിപ്പിക്കണമെന്നും അതിലൂടെ അവർക്ക് സംഭാവന നൽകാമെന്നും വ്യക്തമാക്കി. ഒരു ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കുന്നതിനുള്ള ലക്ഷ്യത്തിലേക്ക് എന്തൊക്കെ ചെയ്യണമെന്നും രാജാ സിംഗ് ലോധ് നിർദ്ദേശം മുന്നോട്ട് വെച്ചു. പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കാനും ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കാനും പതിവായി ആത്മീയ ആചാരങ്ങൾ അനുഷ്ഠിക്കണമെന്നാണ് MLA നിർദ്ദേശിച്ചത്. ഇപ്പോൾ ഹിന്ദുത്വം പറഞ്ഞ് MPമാരായവർ ഒന്നിനും കൊള്ളില്ലെന്നും അവർ തിരഞ്ഞെടുപ്പിൽ ജയിക്കാൻ മാത്രമാണ് ഹിന്ദുത്വയെ ഉപയോഗിക്കുന്നതെന്നും ഈ കിഴങ്ങന്മാരെ കൊണ്ടൊന്നും ഒരു കാര്യവുമില്ലെന്നും പറഞ്ഞ രാജാ സിംഗ് ഇക്കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് ഫലം എന്ത് പാഠമാണ് പഠിപ്പിച്ചത് എന്നതിനെ കുറിച്ചൊന്നും ബോധവാനല്ലെന്നാണ് തോന്നുന്നത്. തിരഞ്ഞെടുപ്പിന്റെ ആദ്യ 2 ഘട്ടം കഴിഞ്ഞപ്പോൾ പച്ചയ്ക്ക് വർഗീയത പറഞ്ഞ് വോട്ട് നേടാൻ ശ്രമം നടത്തിയിട്ടും ആ പ്രയോഗം എവിടെയൊക്കെ നടത്തിയോ ആ സംസ്ഥാനങ്ങളിലെല്ലാം BJP വൻതോതിൽ പിറകോട്ട് പോയതൊന്നും രാജാ സിംഗ് മനസ്സിലാക്കിയിട്ടില്ല. ഇന്ത്യക്ക് ഒരു ഭരണഘടനയുണ്ടെന്നും അത് മതനിരപേക്ഷ ജനാധിപത്യ മൂല്യങ്ങളെയാണ് മുറുകെ പിടിക്കുന്നതെന്നും അറിയാതെയല്ല രാജാ സിംഗ് തന്റെ ആവശ്യം മുന്നോട്ട് വെക്കുന്നത്. ആ ഭരണഘടന തൊട്ട് സത്യം ചെയ്ത് MLA ആയ രാജാ സിംഗിനെ ഭരണഘടനാ വിരുദ്ധമായി സംസാരിച്ചതിന്റെ പേരിൽ നിയമ നടപടി സ്വീകരിക്കുകയാണ് വേണ്ടത്. രാജ്യത്തെ വർഗീയമായി ഭിന്നിപ്പിക്കാൻ മോദി ഉപയോഗിച്ച രാം മന്ദിർ നിലകൊള്ളുന്ന അയോധ്യയിൽ പോലും BJP സ്ഥാനാർത്ഥി പരാജയപ്പെട്ട സാഹചര്യം മുന്നിൽ നിൽക്കുമ്പോഴാണ് സത്യപ്രതിജ്ഞാ ലംഘനം നടത്തി ഒരു MLA ഹിന്ദു രാഷ്ട്ര സംസ്ഥാപനത്തിന് ആഹ്വാനം മുഴക്കി രംഗത്ത് വന്നിരിക്കുന്നത്. നരേന്ദ്രമോദി അടക്കം ജയിച്ചു വന്ന 240 BJP MPമാരും ഹിന്ദു രാഷ്ട്ര രൂപീകരണത്തിന് ഉപകരിക്കില്ലെന്ന രാജാ സിംഗിന്റെ വിലയിരുത്തൽ BJPയും ഗൗരവപൂർവ്വം പരിശോധിക്കേണ്ടതുണ്ട്. തെലങ്കാന ഭരിക്കുന്ന കോൺഗ്രസ് സർക്കാർ ഇക്കാര്യത്തിൽ ഗൗരവമായി ഇടപെടേണ്ടതാണ്. സത്യപ്രതിജ്ഞാ ലംഘനത്തിന്റെ പേരിൽ തെലങ്കാന സ്പീക്കർ രാജാ സിംഗിന് നോട്ടീസും നൽകേണ്ടതുണ്ട്. അത്തരം നടപടികൾ ഈ കേസിൽ ഉണ്ടാകുമോ എന്ന് കാത്തിരുന്ന് കാണാം.